അച്ചമ്മച്ചി എന്നാണ് ഇന്നത്തെ കലാപരിപാടിയെല്ലാം ഏതാണ്ടൊക്കെ ആയോ? ഒന്നും ആയില്ലല്ലേ? മഴക്കാലം കഴിഞ്ഞൊന്നുമില്ല. മഴക്കാലം ഇത് കണ്ടില്ല, പിന്നെ മഴ ആകുന്നുണ്ട്. ആ ഇനിയിപ്പം മിറ്റമെല്ലാം തൂത്തുവാരി ഒരു പരുവായല്ലേ? അവന്മാരും കൂടെ വരാമെന്ന് പറഞ്ഞു. അവന്മാരോട് വന്നു കഴിയുമ്പോൾ വാരിക്കോളാം. നിങ്ങളെല്ലാം തൂത്ത് വാരിയില്ല? അവിടെ എല്ലാം വാരിയില്ലേ? കാറ്റ് വരുന്നുണ്ട്. ഇനി ഇല വീഴും. അതെ അതെ അതെ. അതിപ്പം രാവിലെ തൂക്കുക, വൈകുന്നേരം വീണ്ടും ഒന്നുകൂടെ വൃത്തിയാക്കി ഇടുക എന്നുള്ളത്. നടവാതിലല്ലാതെ ബാക്കിയൊക്കെ ഒരാഴ്ചയായി. അത് മാത്രം പിന്നെ നല്ല മഴയല്ലേ പെയ്തുകൊണ്ടിരിക്കുന്നത്. വേറെ ഒന്നും നനഞ്ഞൊന്നുമില്ലല്ലേ? ആണോ? ആ കാറ്റടിച്ച് കുറേ. രാവിലെ തൊട്ട് വരുന്നല്ലേ, നീ മാറിയോ? ഞാൻ വരാം. കുഞ്ഞ് വരാഞ്ഞിട്ടാ, എന്നെ സഹായിക്കാൻ ആരുമില്ലായിരുന്നു ഇവിടെ. ആകപ്പാടെ ഒരു സ്നേഹമുള്ള ഒരു ഒച്ചേ ഉള്ളൂ ഇവിടെ. ആണോ? കുഞ്ഞ് മാത്രമേ ഉള്ളൂ? ഇതുണ്ടോ കുഞ്ഞ്? ചേന മുളച്ച് വരുന്നത് അവിടെയോ? തന്നെ മുളച്ച് വരുന്നത്. ഇനി ഒരു 10 ദിവസം തെളിഞ്ഞാൽ മതിയായിരുന്നല്ലേ? ഇല്ലെന്ന് തോന്നുന്നു. നാളെ കഴിഞ്ഞ പോലെങ്ങാണ്ട് പിന്നെ മഴയാണെന്ന് പറയുന്നത് കേട്ടോ. ഇപ്പൊ ഒന്ന് തുള്ളിയായിരുന്നു. ആണോ? അവിടെ എല്ലാം കൂട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കോ, അതെല്ലാം ഞങ്ങൾ വാരി കളഞ്ഞു. ചൂലം കൊണ്ട് വരാം. കുഞ്ഞ് ഓറഞ്ച് പഴുത്ത് നിൽക്കുന്നുണ്ടായിരുന്നോ? ഇല്ല. ആ ഓറഞ്ച് പഴുത്ത് നിൽപ്പുണ്ട്. 4-5 എണ്ണം നിൽപ്പുണ്ട്. ഉണ്ടോ? പറിക്കാം. കുഞ്ഞി സ്കൂളിൽ ചെന്നിട്ട് ടീച്ചർ വല്ലതും പറഞ്ഞോ? എന്നാ പറഞ്ഞു? ടീച്ചർ ഫസ്റ്റ് പറഞ്ഞു എനിക്ക് ക്ലിയർ ആയില്ല. എന്തോ ഒരു സാധനവും അണ്ണാനെയൊക്കെ കാണുന്നുണ്ട് കേട്ടോ എന്നൊക്കെ പറഞ്ഞു. ടീച്ചർ ചാനലൊക്കെ കാണുന്നുണ്ടോ? കൊള്ളാലോ. പുതിയ കൂട്ടുകാരെ കിട്ടിയോ? ഇല്ലേ? പഴയ ആൾക്കാർ തന്നെയാണോ ഉള്ളത്? ഒത്തിരി പേര് വേറെ മാറിപ്പോയോ? സ്കൂളൊക്കെ മാറിപ്പോയോ? ഒരുത്തൻ എൻ്റെ കൂടെ നേരത്തെ തൊട്ട് പഠിച്ചോണ്ടിരുന്നു. അവനൊക്കെ എനിക്കറിയാം. ചെടിക്കെല്ലാം വളമായി. ഒരു ലോഡ് തട്ടിയല്ലേ? പെട്ടെന്ന് വാരിക്കളയാം, മഴ വരുന്നതിന് മുന്നേ. എന്നാണ് നല്ല മുട്ടം പണിയായിരുന്നു അല്ലേ? 4 ദിവസമായില്ലേ? അതാ പറഞ്ഞ നല്ല സൂപ്പർ പണിയായിരുന്നു. കാറ്റിന്റെ ശക്തി കാരണം ന്യായമായിട്ട് ഒടിഞ്ഞു പോയിട്ടുണ്ട്. ഇവിടെ ഉള്ളൂ. എല്ലാവരുടെയും അവസ്ഥ ഇത് തന്നെയായിരിക്കും. ഇങ്ങോട്ടില്ല, ഇവിടെ എല്ലാം തോന്നില്ലേ? അവിടെ വാരിട്ടോ. എല്ലാവരുടെയും അവസ്ഥ ഇതായിരിക്കും. 2 ദിവസം. അച്ചമ്മച്ചി ആടാ ഓറഞ്ച് പറിക്കാന്നാ പോയി. ഞാൻ പറിക്കട്ടെ? ഓറഞ്ചിന് ഒരെണ്ണം പറിച്ചു. ഒരെണ്ണം പറിച്ചോ? നല്ല പഴുത്ത. അതിന്റെ താഴത്തെ വസ്തു വെപ്പുണ്ടാ, അങ്ങേ വസ്തു വെപ്പുണ്ട് ഒരു 3-4. ഒരെണ്ണം കിട്ടിയോ? ചളിങ്ങി ഒന്നുമില്ല, നല്ലതാ. നല്ല ഓറഞ്ചല്ലേ? എന്നെ കൊണ്ട് പറ്റത്തില്ലാത്തോണ്ട് ഞാൻ കൈ മാറി. ആണോ? ഒരെണ്ണം വന്നു. എല്ലാം ആയി. കിട്ടി. എത്ര എണ്ണം ഉണ്ട്? 1 2 3 4 5 6. ഇവിടെ 2 എണ്ണം ഉണ്ട്. നോക്കി അങ്ങനെ മധുരം ഉണ്ടോ നോക്കി, ഒരെണ്ണം പൊളിച്ചു നോക്കി. തൊലി കണ്ണി വെക്കട്ടെ. നല്ല മണമല്ലേ കുഞ്ഞ് ഓറഞ്ച് പൊളിച്ചപ്പോ? നാച്ചുറൽ ഓറഞ്ച്. സൂപ്പറാണോ? കഴിച്ചു നോക്കി. ഓറഞ്ച് പുളിയാ.
മധുരം കുറവാ, പുളിയാ. ഒരു കാര്യം ചെയ്യാം, ജ്യൂസ് അടിക്കാം. പഞ്ചാരയും കൂടെ ഇട്ട് ജ്യൂസ് അടിക്കാം. ബുക്ക് പോതിന്ന് കുഞ്ഞിട്ടൊക്കെ ടെസ്റ്റ് കിട്ടിയില്ല, 8ാം ക്ലാസ്സിന്റെ ടെസ്റ്റ്. പുതിയ മാറ്റം വരുന്നോണ്ട് ഇനി എന്ന് കിട്ടുമെന്ന് പറഞ്ഞോ? ഇല്ല, ടെക്സ്റ്റ് വരുന്നേ ഉള്ളെന്നാ പറഞ്ഞു. നോട്ട്ബുക്കൊക്കെ എല്ലാരും കൊണ്ടുവന്നോ? ഇല്ല, ഇന്ന് ബാഗ് കൊണ്ടുവന്നൊന്നുമില്ല. ആരും കൊണ്ടുവന്നില്ലേ? 2 ആഴ്ച പുസ്തകവും ബുക്കും ഒന്നും ഇല്ലാതെ പഠിപ്പിക്കുക. ട്രാഫിക് റൂൾസ് അങ്ങനെയുള്ള സാധനമൊക്കെ അങ്ങനെ കുറെ എണ്ണം. 2 ആഴ്ച ഇത്തവണ 2 ആഴ്ച വേറെ എന്തോ പൊതുവായിട്ടുള്ള ക്ലാസ്സുകളാ അല്ലേ? ബോധവൽക്കരണ ക്ലാസ്സുകളാ. ലഹരി വിരുദ്ധമൊക്കെ ലഹരി വിരുദ്ധത്തിന്റെ ആണോ? എല്ലാം ഉണ്ട്. എല്ലാം കൂടി സൈഡെല്ലാം കട്ട് ചെയ്യണം. തിരിച്ച് കട്ട് ചെയ്യണം. ഈ അറ്റത്തുനിന്ന് വേണം. അറ്റത്തുനിന്ന് ഞാൻ കട്ട് ചെയ്യുമല്ലോ, ഇങ്ങനെ വരച്ചു കൊണ്ടുപോവാ. ഈ സൈഡ് അയ്യോ, ഇതൊന്നും വരയുന്നില്ല. കുഴപ്പമില്ല, അങ്ങ് കട്ട് ചെയ്തോ. ഇങ്ങനെ മടക്കണം. ഇനി ഇത് പൊക്കിയിട്ട് ഒത്തിരി പൊക്കിയാതെ ഇത് ഈ കുഞ്ഞ് അകത്തോട്ട് വെക്കും. എന്നിട്ട് ഇതിനെ തിരിച്ചു പൊക്ക വിട്, പൊങ്ങുന്നില്ലായിരുന്നു. ഞാൻ ഇവിടെ ഒരു പിന്നടിച്ചു വെച്ചോ. ഇവിടെ ഇനി ഈ സൈഡ്. ഞാൻ ആദ്യമേ ഇത് വെറുതെ മടക്കി, എന്നിട്ട് അപ്പുറത്തും ഇപ്പുറത്തും വന്ന് നിൽക്കുമായിരുന്നു, മടങ്ങുന്നില്ലായിരുന്നു. ഇവിടെ കട്ട് ചെയ്യണം. കട്ട് ചെയ്തിട്ട് നല്ലപോലെ കൈകൊണ്ട് ഇങ്ങനെ അങ്ങ് തേച്ച് പിടിപ്പിക്കണം, അതായത് നല്ലപോലെ മടങ്ങും. കട്ട് ചെയ്യാത്തോണ്ട് ഒരെണ്ണം ഞാൻ തന്നെ കണ്ടോ പൊതിഞ്ഞ് റെഡിയാക്കി സെറ്റാക്കിയിട്ടുണ്ട്. ബാക്കിയൊക്കെ ഞാൻ തന്നെ ചെയ്തോളാം. പഠിച്ചു. റെസ്റ്റ് എടുത്തോ. ഇതിനൊക്കെ എഴുതിക്കോ, സ്റ്റിക്കർ ഒട്ടിച്ച്. ഞാൻ ഇത് ഇങ്ങനെ 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 ചെയ്യാം. അതിൽ ഏതൊക്കെ സ്റ്റിക്കർ ഒട്ടിക്കണ്ടെന്ന് നിനക്കല്ലേ അറിയത്തുള്ളൂ. സ്റ്റിക്കർ കാറും വണ്ടി ബൈക്ക് എന്തൊക്കെയാടാ ഇത്? ഇതും ഇതിന്ന് പറഞ്ഞോ, ഇതിന്ന് പറഞ്ഞോ, ഇതിന്ന് പറഞ്ഞോ, ഇതിന്ന് പറഞ്ഞോ. ഇത് ഫസ്റ്റ് ഒട്ടിക്കണേ. അമ്മ അത് മുറിച്ച് കഴിയും. അമ്മ ജോലി മാറാതെ ഞാൻ ഒട്ടിച്ചെഴുതിക്കോളാം. മാറി മാറി ചെയ്യാം. നിനക്ക് ചക്കപ്പഴം തിന്നല്ലേ? മാറി മാറി ചെയ്യാം. എനിക്ക് മനസ്സിലായി. കുഞ്ഞേ, കുഞ്ഞിക്കറിയാവോ ഞങ്ങളുടെ സ്കൂളിലെ പോക്കിന്റെ കാലമൊക്കെ? ഇല്ല, ഞങ്ങൾക്ക് ഇതുപോലെ സ്റ്റിക്കറും ഇല്ല, ബുക്ക് പൊതിയാൻ ഇത് കൂടെ പേപ്പറും ഇല്ല, ഒന്നുമില്ല, ബാഗും ഇല്ല. ഞാനൊക്കെ പോയിക്കൊണ്ടിരുന്നപ്പോ എന്നത്തിനാ പുസ്തകത്തിൽ കൊണ്ടുവന്നറിയാവോ? ഈ പ്ലാസ്റ്റിക്കിന്റെ കവറ്, പ്ലാസ്റ്റിക്കിന്റെ ഈ വെള്ള കവറുണ്ട് ഇമ്മ. ഇപ്പൊ നമുക്ക് സാധനങ്ങളൊക്കെ കടയിൽ നിന്ന് പൊതിഞ്ഞ് കിട്ടുന്നത്. അതുകൂട്ട് കവർ ഞങ്ങള് മെഷീനിൽ ഇങ്ങനെ അടുപ്പിച്ച് മേടിക്കും, ചതുരത്തില്. എന്നിട്ട് അതിനകത്ത് ആ ബുക്കെല്ലാം കൂടി ഇട്ടുകൊണ്ട് പോകുന്ന, മഴ നനയാതെ. ബാഗ് കണ്ടുപിടിച്ചിട്ടുണ്ടോന്നും ഞങ്ങൾക്ക് അറിയത്തില്ല. ഞങ്ങൾക്ക് ബാഗൊന്നും കിട്ടിയിട്ടില്ല. അന്ന് ബാഗില്ല. അത് കഴിഞ്ഞ് കുറെ കാലം കഴിഞ്ഞ് പിന്നെ അലമനീയത്തിന്റെ ഒരു പെട്ടി പോലെ വരുമായിരുന്നു. അത് ഞങ്ങൾക്ക് അതാ അച്ചയ്ക്കൊക്കെ പഠിക്കാൻ മേടിച്ചു കൊടുത്ത. ഞങ്ങളായിരുന്നപ്പോൾ ഞങ്ങൾ ഈ കൂടിനകത്താണ് കൊണ്ടുപോകുന്നത്. എന്നിട്ട് ഇങ്ങനെ പിടിക്കും, കൂടിനകത്ത് ഈ നിട്ടിട്ട്, ഈ കൂട് നീളമുള്ളതാ. എന്നിട്ട് അതിനകത്ത് ഈ കൂടിന്റെ ഒരു സൈഡ് ഇങ്ങനെ മടക്കിയിട്ട് ഇങ്ങനെ ചേർത്ത് പിടിക്കും, മഴ നനയാതെ. കുടയൊന്നും കാണുകയല്ല ചിലപ്പോൾ. വാഴയില വെട്ടിക്കൊണ്ടാ സ്കൂളിൽ ഇപ്പം. എന്നിട്ട് ഇങ്ങനെ വാഴയില ഒരു കൈ പിടിക്കും, ഇങ്ങനെ ചേർത്ത് പുസ്തകവും പിടിച്ച് അങ്ങ് പോകും ചെറുപ്പത്തിലൊക്കെ. വാഴയില ചൂടിയല്ലേ അടുത്ത് ചെറുപ്പത്തിലൊക്കെ പോകുന്നത്. ചേമ്പലയല്ല. നല്ല മണമല്ലോ ബുക്കിനൊക്കെ. പുതിയ ബുക്കിനും പുതിയ പുസ്തകത്തിനൊക്കെ നല്ല മണമില്ലേ? ഞങ്ങൾ നേരത്തെ എങ്ങനെയാ സ്കൂൾ തുറക്കുന്നതിന് മുമ്പേ ബുക്കും പുസ്തകം എല്ലാം പൊതിഞ്ഞ പുതിയ ബാഗും പുതിയ ബോക്സും ഒക്കെ കാണുമല്ലോ. ഇതൊക്കെ ആയിട്ട് എങ്ങനെയും ഒന്ന് സ്കൂൾ തുറന്നാൽ മതി എന്നോർത്തായിരിക്കുന്നത്. അതല്ല, ഈ പുതിയ സാധനങ്ങളെല്ലാം ആയിട്ടൊന്ന് സ്കൂളിൽ പോകാനുള്ള ഒരു ആഗ്രഹം ഉണ്ടല്ലോ. പുതിയ ബാഗ്, പുതിയ ബോക്സ്, പാത്രം, അതൊക്കെ കിട്ടിക്കഴിയുമ്പോൾ എങ്ങനെയും ഒന്ന് സ്കൂൾ തുറന്നാൽ മതി എന്നോർത്തായിരിക്കുന്നു. എല്ലാം എടുത്തു വെച്ച്
തലേദിവസമൊക്കെ ആണെങ്കിൽ എത്ര തവണ ബാഗിനകത്ത് എടുത്ത് വെക്കും, പിന്നെ തിരിച്ചെടുക്കും, പിന്നെ അടുക്കി വെക്കും. നിനക്ക് നാളെ അലോട്ട്മെന്റ് അല്ലേ? നാളെ പോണ്ടേ? അപ്പൊ ഇന്ന് വന്നതോ? നാളെ പോയി ചേർന്നേ. അച്ചപ്പച്ചി ഇതെന്നാ ഇന്നത്തെ പരിപാടി? ചക്കയാണോ? വൈകുന്നേരം എന്നാ? ഇത് ചക്കയെന്ന് ഇത് രാവിലെ വയ്ക്കാനായിട്ട് ഞാൻ കരിഞ്ഞു വെച്ചതാ. എല്ലാരും ഇവിടെ നിന്ന് ബുക്ക് പൊതിച്ചിലും വർത്താനോ. ഞാൻ തന്നെ അടുക്കളയിൽ ഇരിക്കണ്ടല്ലോ, അതുകൊണ്ട് ഞാനിതും കൊണ്ട് ഇങ്ങോട്ട് പോകുന്നത്. അവിടെ ബുക്ക് പൊതിച്ചിട്ട് തീരാറായി. എന്റെ ചക്ക പെറുക്കി തീർന്നിനി എന്ന് അരിഞ്ഞാൽ മതി. വൈകിട്ടെന്നേ ഇന്ന് കഞ്ഞിയും പയറും. കഞ്ഞിയും പയറെങ്കിൽ അതാ നല്ലത്, ആരോഗ്യത്തിനും നല്ലത്. മഴയാ, വയറിനും സുഖമുണ്ട്. മഴയൊക്കെ ഉള്ളതുകൊണ്ട് കഞ്ഞിയും പയറും വൈകിട്ട്. എന്നാ പിന്നെ അങ്ങനെ ഇനി ഒരു മാസത്തേന് കർക്കിടക മാസമായ ഒരു മാസം കഞ്ഞിയും പയറും. ഇതിപ്പോൾ എവിടെ നിന്നൊക്കെ ആൾക്കാർ വന്ന് കയറുന്നതെന്ന് ഒരു പിടുത്തമില്ല കേട്ടോ. 2 ദിവസം മുന്നേ ഒരു അണ്ണാകുഞ്ഞിനെ കിട്ടി. ഇപ്പോൾ ഇതൊരു പൂച്ച വന്നിട്ടുണ്ട്. എന്നാണോ ഭയങ്കര സ്നേഹമാണ് കാണിക്കുന്നത്. വരുന്നുണ്ടായിരുന്നു എല്ലാ ദിവസവും. ഇട്ടിട്ട് വരുവുള്ളായിരുന്നു, ഇങ്ങോട്ട് അകത്തോട്ട് കയറി വരവില്ലായിരുന്നു. ആണോ? ഇപ്പൊ വിശന്നിട്ട് വന്നതാന്ന് തോന്നുന്നു. എന്നാണ് ഉള്ളതിൻ്റെ വിധം അതിനും കൊടുത്തേ. കൊടുത്തോ? അവനും കൊടുത്തു. ആ നീ എന്നാ എടുത്തോണ്ട് കൊടുത്തേ? ഓ ചകിണി വറുത്തതോ? ആ അടിപൊളി. ചകിണി വറുത്തത് പൂച്ച നല്ല സൂപ്പറായിട്ട് കഴിക്കുന്നു. ഏത് പൂച്ചയ്ക്കും കഴിക്കാം. മീനൊന്നും വേണ്ടല്ലേ? പൂച്ച ഇതേണ്ട കുഞ്ഞി ഇതേ ചകിണി വറുത്തത് നല്ല സൂപ്പറായിട്ട് ഇന്ന് കഴിക്കുന്നു. ആണോ? വെജിറ്റേറിയൻ പൂച്ചയാ. ഇതേ മിനിഞ്ഞാന്ന് 3 ഇഡ്ഡലി തിന്നെന്ന് പറയുന്നത് കേട്ട് അല്ലേ? എന്നാണ് സംഭവം? കഴിക്കട്ടെ. ഇത് കൊടുത്ത സാധനം എല്ലാം കഴിച്ച് തീർത്ത് കേട്ടോ. എടാ 5-6 എണ്ണോടെ കിടപ്പുണ്ട്, പോയി കഴിക്കും. ആ കിച്ചൺ എവിടാന്നുള്ളത് പിടി കിട്ടി. അത് കഷ്ടപ്പാടായിരിക്കുന്നു. അതേ കണ്ടോ അവിടെ ഇരുന്നു, ഇനിയും പോകുന്നില്ലെന്ന് തോന്നുന്നു. ആണോ? കുറച്ചുകൂടി ഇരിപ്പുണ്ട്, അതുകൂടെ കഴിച്ചോ. ആണോ? തിമിരത്തിൻ്റെ ഓപ്പറേഷൻ ചെയ്താലോ? മഴയൊക്കെ കഴിഞ്ഞിട്ട് ഇന്ന് നല്ല പണിയല്ലായിരുന്നോ? രാവിലെ തുടങ്ങിയ പണിയാ. അതുകൊണ്ട് വൈകുന്നേരത്തെ അത്താഴം വെച്ചിട്ട് ഹെൽത്തി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. കഞ്ഞിയും പയറും. ഞാനേ ചുമ്മാ പറഞ്ഞാന്ന് ഓർത്തി, ഇത് ഒറിജിനലായിട്ട് കഞ്ഞിയും പയറും ആക്കി. ഇത് അരിയും പയറും കൂടെ ഒന്നിച്ചിട്ട് വെച്ചതാ. നല്ല ഒന്നാന്തരം മുളകരച്ചത്, പപ്പടം കാച്ചത്, നെല്ലിക്ക അച്ചാറ്, ഇത്രയൊക്കെ പോരെ? എനിക്ക് പ്രശ്നമില്ല, ഇവിടെ എന്തും പോകും. പ്രോട്ടീൻ കൂടുതലുണ്ട്, നീ കഴിച്ചോ, ധൈര്യമായിട്ട് കഴിച്ചോ. നമുക്ക് ഇന്ന സാധനമൊന്നുമില്ല, എന്തും പോകും. പപ്പടം കൂട്ടണം. പപ്പടം ഞാൻ ഇങ്ങനെ കൂട്ടിക്കണം. ആ കൈ പിടിക്കണം, എന്നിട്ട് കഞ്ഞി കുടിക്കുന്ന കൂടത്തി കൂട്ടണം. സൈഡിലോട്ട് വെച്ചാൽ മതി. ഇത് ഇങ്ങനെ 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 എനിക്കതൊരു പൊടിച്ചിടണം. മുളക് എങ്ങനെ കൂട്ടും? സ്പൂൺ വെച്ചല്ലേ കഴിക്കുന്നു. മുളക് കൂട്ടണ്ട, അച്ചാറും പപ്പടവും കൂടെ കൂട്ടിയാൽ മതി എനിക്ക്. അപ്പൊ അതോ മുളക് കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല. നിന്റെ മുട്ട അവിടെ വെച്ചിട്ടുണ്ട്. ചുമ്മാ കൊച്ചിനെ കുടിപ്പിക്കാതെ. ശരിക്കും വെച്ചിട്ടുണ്ട്, ഇത് മൂടി വെച്ചിട്ടുണ്ട്. ജിമ്മിനെ കൊണ്ട് ഇങ്ങനെ കുറച്ച് ഗുണങ്ങളൊക്കെ ഉണ്ട്. ജിമ്മിൽ പോയി കഴിഞ്ഞിട്ട് മുട്ട ഒഴുകി തരുമോ? അല്ല, നീയല്ലേ ജിമ്മിൽ പോകുന്നത്, ഇവനെന്തിനാ മുട്ട ഒഴുകി കൊടുക്കുന്നത്? എന്നാ നീ നാളെ തൊട്ട് ഇവനെ കൂടെ കൊണ്ടുപോ. ഞാൻ പോകുന്നില്ല. കൊണ്ടുപോ. ചൂടാ. നല്ല ടേസ്റ്റ്. പൊടിച്ചിടണം. നിങ്ങൾ എന്നാ അമ്മ ഈ തേങ്ങ കൂട്ടി കഴിക്കുന്നേ? കഞ്ഞിയും പയറും വെക്കുമ്പോ അതിനകത്ത് തേങ്ങയും കൂടെ ചിരണ്ടി ഇട്ടാൽ സാധാരണ വേവിക്കുന്നേ. നിങ്ങൾക്ക് തേങ്ങ ഇടുന്ന ഇഷ്ടമില്ലാത്തത് കൊണ്ട് ഞങ്ങൾ നിങ്ങളുടെ കഞ്ഞിക്കകത്ത് തേങ്ങ ഇട്ടില്ല. ഞങ്ങൾക്കുള്ളത് കഞ്ഞി വെന്ത് കഴിയുമ്പോൾ കുറച്ച് തേങ്ങ ഇറങ്ങി ഇട്ടത്. ഒന്ന് കഴിച്ചു നോക്കിയാ തേങ്ങ ഇട്ടതെന്ന്. വേണ്ട വേണ്ട, എനിക്കത് തേങ്ങ ഇടുന്ന ഇഷ്ടം. ഇപ്പോഴേ ഇന്നത്തെ രാത്രിയിലത്തെ കഴിക്കാൻ കഞ്ഞിയും പയറും ഒക്കെ ആയിരുന്നു. ഒറിജിനലായിരുന്നു കഞ്ഞിയും പയറും. ചുമ്മാ പറഞ്ഞാന്ന് ഓർത്തെ. അപ്പൊ പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.